പ്രിയമുള്ളവരെ, കുറുക്കമ്പൂല KCB ഓഫീസിന്റെ ഈ വർഷത്തെ ഓണാഘോഷത്തോടനുബന്ധിച്ച കലാകായിക മത്സരങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അടുത്തതായി നടക്കാൻ പോകുന്നത് സുന്ദരിക്ക് പൊട്ടുതൊടൽ. സുന്ദരിയായിട്ട് നിൽക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ ഈ KCBയിലെ സുന്ദരി രാധിക. മേഡം അതിതീവ്ര സുന്ദരിയാണ്. പൊട്ടുതൊട ഇത്രയും സൗന്ദര്യം വേണ്ട. അതെ, രാധികയാണ് സുന്ദരിയായിട്ട് നിൽക്കാൻ പോകുന്നത്. അപ്പോ സുന്ദരിക്ക് പൊട്ടുതൊടാൻ വേണ്ടി ഈ ഓഫീസിൽ നിന്ന് വരുന്നത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ബാബു. ലൈൻമാൻ ബാബു ആണ് സുന്ദരിക്ക് പൊട്ടുതൊടാൻ വേണ്ടി ആദ്യമായി എത്തുന്നത്. ഇതാ പിടിപൊട്ട് മത്സരം ആരംഭിക്കുകയാണ്. കറക്കി വിട്. അബദ്ധമല്ലേ? അല്ല സാറേ, അത്തോടെ അവിടെ കിടന്ന് കണ്ണുകുത്തി പൊട്ടിക്കാതെ ഇവിടെ വന്ന് പൊട്ടുകുത്തിക്കാൻ നോക്കണാവേ. സാറേ ഒന്നും കൂടെ കറക്കി വിട്. ബാബു ഇതാ ഒരു പോസ്റ്റിൽ കയറുന്ന ലാഘവത്തോടു കൂടി സുന്ദരിക്ക് പൊട്ടുതൊടാൻ വേണ്ടി വരികയാണ്. സുന്ദരി എവിടെ എന്ന് തപ്പിക്കൊണ്ടാണ് ബാബുവിന്റെ വരകം. അടുത്തെത്തിയിരിക്കുന്നു. നീ എന്നാണ് തപ്പുന്നേ? ആദ്യം സ്ഥാനം കാണട്ടെ. സ്ഥാനം കാണാനത് കിണറല്ല, എനിക്കുള്ള പൊട്ടുകുത്തിരാ. അളവെടുക്കുന്നു. ബാബുവിന്റെ ആ ലൈൻ വലിക്കുന്ന ലാഘവത്തോടു കൂടിയുള്ള ഒരു മുന്നേറ്റമാണ്. ഇതാ എത്തി. ബാബു വിജയിക്കുമെന്ന് ഉറപ്പാണ്. ഒന്നുകൂടെ. അയ്യോ, എന്റെ തലക്ക് എന്തോ വന്നടിച്ച്. ഞാനാണോ? എന്ത് കാര്യത്തില്? ദൈവമേ, കണ്ണു കാണാത്ത ഞാൻ എന്ത് കാണിച്ചതാണ് പറയണത്? ബാബുവേ, നിനക്ക് ഒട്ടും കണ്ണ് കാണത്തില്ലേടാ? ഇല്ലല്ലേ, കണ്ണ് കെട്ടിയാക്കേല്. ബാബു, നിനക്ക് ഒട്ടും കണ്ടൂടാ? എനിക്ക് കണ്ടൂടാ. പാവോടാ, കാണാഞ്ഞിട്ടല്ലേ? കഷ്ടമല്ലേ? ബാബുവേ, ഒട്ടും കാണത്തില്ല. നിനക്ക് ഒട്ടും കണ്ണ് കാണത്തില്ലേടാ? KCBയുടെ LED ബൾബ് പോലെ ആണല്ലോടാ നിന്റെ കണ്ണിരിക്കുന്നത്. അയച്ചാറില്ലല്ലേ? ഈ KCBയുടെ VOയെ ഞാനാണ് മത്സരിക്കാൻ പോകുന്നത്. രഞ്ജിത്തെ, അനൗൺസ്മെന്റ്. രഞ്ജിത്തെ, അനൗൺസ്മെന്റ് ചെയ്യുന്നില്ലേ? പറ്റൂലെന്ന്. പൊട്ടുകുത്തിൽ മത്സരം ഇല്ല, അത് നിർത്തി. അതെങ്ങനെയാ നിർത്തിയത്? ഞാൻ ഇവിടുത്തെ VO അല്ലേ, എനിക്കും ഇല്ലേ ആഗ്രഹങ്ങള്? അല്ല, എനിക്കും ഇല്ലേ പൊട്ടുകുത്തണമെന്ന് ആഗ്രഹം? അത് പറ്റത്തില്ല. ബാബു ചേട്ടന്റെ പ്രവൃത്തി അത്രയ്ക്ക് അങ്ങോട്ട് സൂചിച്ചില്ല, അതുകൊണ്ട് അത് പറ്റത്തില്ല. അയ്യോ, ഡോണ്ടു. ബാബുവിനെ പോലെ അല്ല ഞാൻ. ബാബുവിനെ പോലെ ഒരിക്കലും ഞാൻ ഇങ്ങനെ കയ്യെ വന്ന് തൊടത്തില്ല. എന്തൊക്കെ പറഞ്ഞാലും, എത്ര സുന്ദരിയെന്ന് എന്നെ പുകഴ്ത്തി പറഞ്ഞാലും ശരി തന്നെ, ഈ മത്സരം നടത്തണമെന്നുണ്ടെങ്കിൽ വല്ല ഫോട്ടോയിലും പൊട്ടു കുത്തിയാ മതി. ഫോട്ടോയിലെന്റെ പാട്ടി കുത്തും. എന്റെ അത്തപ്പൂക്കളം ഊത്തപ്പം പോലെ കിടക്കുന്ന കിടപ്പ് കണ്ടോ? അതുപോലെ സാറിനെ ഒച്ചയെടുത്ത് വിളിച്ചപ്പോ ഞാൻ പേടിച്ചു പോയില്ലേ? പുതിയായിട്ട് വന്ന രഞ്ജിത്തെ അറിയാവോ? 50,000 രൂപയുടെ പൂവാണ് ഈ കിടക്കുന്നത്. എത്ര? 25,000, 10,000. എന്നാലും പൂവുണ്ടല്ലോ. അറിയാവോ, കഴിഞ്ഞ ഓണത്തിന് നമുക്ക് അത്തപ്പൂക്കളത്തിന് ഫസ്റ്റ് കിട്ടിയില്ല. ചെറിയൊരു കാരണത്തിനാണ് നമ്മുടെ അത്തപ്പൂക്കളത്തിന് മത്സരത്തിൽ നമ്മൾ പരാജയപ്പെട്ടത്. അത് കറക്റ്റ്. അത് ഞാൻ പറഞ്ഞുതരാം. ഈ പുള്ളിക്കാരന് എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് എല്ലാം സെറ്റ് ചെയ്ത്, പക്ഷെ അത്തപ്പൂക്കളത്തിന് മാർക്കിടാൻ നിസ്സാര കാരണം പറഞ്ഞോണ്ട് അവര് മാർക്കിട്ടുന്നില്ല. അതെന്തിനാണ് ഈ നിസ്സാര കാരണം? പൂക്കൾ കിട്ടില്ല. പുതിയായിട്ട് വന്ന രഞ്ജിത്തെ, ഒരു കാര്യം മനസ്സിലാക്കണം. എല്ലാ കാര്യത്തിനും ഓടി നടക്കാൻ ഞാൻ ഒറ്റ ഒരുത്തനെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ മറന്നുപോയി. അപ്പൊ ബാക്കി വന്ന പായസം മുഴുവനും പാത്രത്തിൽ പൊതിഞ്ഞ് കുടുംബത്തോട് കൊണ്ടുപോകാൻ സാർ മറന്നുപോയില്ലല്ലോ. പച്ചടിയും കിച്ചടി അച്ചാറും കൊണ്ടുപോകാൻ നീ മറന്നില്ലല്ലോ. ഞാനൊന്നല്ല കൊണ്ടുപോയത്, അതൊക്കെ ബാബുവാ കൊണ്ടുപോയത്. ഞാൻ ആ പേരാണ് കൊണ്ടുപോയത്. നിങ്ങൾ ഇതുവരെ വാരി കെട്ടിക്കൊണ്ട് പോയിട്ടെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ സദ്യ നടത്തപ്പോ ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടിയാ? ഓ, എങ്ങനെ കിട്ടും? സദ്യ വിളമ്പുന്നതിന് മുന്നേ എല്ലാവർക്കും വാരിക്കെട്ടി വീട്ടിൽ കൊണ്ടുപോകാനല്ലേ അത്യാവശ്യം. അപ്പൊ രാധികേ? അയ്യോ, എനിക്ക് ഒന്നും കിട്ടില്ല, മുഴുവൻ പട്ടിണിയായിരുന്നു. എല്ലാരുടെ കൂടി ഞാനൊരു കാര്യം പറയാം. ഞാൻ ഇനി KCB 2 വർഷം കൂടി ഓണം ഉണ്ടാണുള്ളൂ. ആയിക്കോട്ടെ, ബാക്കി 15 കസേരയിരുന്ന് ഞാൻ കൊണ്ടോളാം. അപ്പം ജാകാൻ നോക്കിയിരിക്കാ കട്ടിലേക്കരെ കിടക്കാനല്ലേ? അതല്ല സാറേ, സാറ് കഴിഞ്ഞ പിന്നെ അടുത്ത ഞാനല്ലേ. അപ്പൊ ഞാൻ എല്ലാവരുടെ കൂടി ഒരു കാര്യം പറയാം. ഇപ്രാവശ്യം അത്തപ്പൂക്കുളം പെണ്ണുങ്ങൾ ഇടുക. തുമ്പിതുള്ളലും കൊട ഊതലും ഞാനായിരിക്കും. അതൊന്നും ശരിയാവൂല. തുമ്പിതുള്ളൊക്കെ പെണ്ണുങ്ങളല്ലേ. കഴിഞ്ഞ പ്രാവശ്യം അധികം സൂപ്പർ ആയിട്ടാ തുള്ളിയത്. അത് തുമ്പി തുള്ളിയതാണ്. ഞാൻ വിചാരിച്ച ചോറ് കിട്ടാണ്ട് കളിച്ചു തുള്ളിയതായിരിക്കും. എടാ, നിന്റെ പൊക്കളെ ഞാൻ കുത്തിപ്പൊട്ടിക്കും. എന്നാലും തുമ്പിതുള്ളലും കൊട ഊതലും ഞാൻ തന്നെ. നടക്കൂല. തുമ്പിയുള്ള പെണ്ണുങ്ങളുടെ ആണുങ്ങൾ വേറെ എന്താ കുടം തുള്ളൽ എന്താന്ന്
പെണ്ണുങ്ങൾ തുള്ളിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് കിട്ടിയില്ലല്ലോ അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ തുള്ളിച്ചോളാം. ഞാൻ പറ അത്തോട്ട് ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കരുത്. ഒരു കാര്യം ചെയ്യ് മേഡം ചൊന്നേ. മേഡം എന്തായാലും ഇനി 15 വർഷം മേഡത്തിന് ഇവിടെ ഉണ്ടല്ലോ. മേഡത്തിന് തുമ്പി തുള്ളാം, കൊടകൂത എല്ലാം ചെയ്യാം. 2 വർഷം കൂടെ ഉള്ളു സാറിന്. സാറ് എന്നെ ഈ വർഷത്തെ തുമ്പി തുള്ളലും കൊടകൂതലും. പുതിയതായിട്ട് വന്ന രഞ്ജിത്തിന് അഭിപ്രായമുണ്ട്. അടിപൊളി. എവിടെ പോണ്? കോസ്റ്റ്യൂം ഇട്ട് എന്നെ കണ്ടിട്ടില്ലേ? ഇല്ല. ഈ കൊട ഊതിയും തുമ്പി തുള്ളി വരുമ്പോ എന്റെ ആവേശം ഇങ്ങനെ കേറിട്ട് എനിക്കിങ്ങനെ ഒരു വിറയില വരുന്നത്. ഒരു അനുഗ്രഹം വരും. രഞ്ജിത്ത് കണ്ടിട്ടില്ല? ഇല്ല ഇല്ല. ഇപ്പൊ കണ്ടോണോ? അല്ലേ? ഓക്കെ, അപ്പൊ സാർ റെഡി ആയിട്ടു. നിങ്ങൾ എന്താണ് ഈ ആ സാറ് തുമ്പ് തുള്ളാന്ന് പറയുമ്പോ വേണ്ട വേണ്ടെന്ന് പറയണത്? അല്ല, പുതുതായിട്ട് വന്ന രഞ്ജിത്ത് കണ്ടിട്ടില്ലല്ലോ. ഇല്ല, ഞങ്ങള് കണ്ടിട്ടുണ്ട്. അതാ കേട്ടാന്ന് പറഞ്ഞത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം. സാറ് എന്തായാലും ഒരുങ്ങി വരുമല്ലോ. അതുകൊണ്ട് നമുക്ക് അടുത്ത മത്സരങ്ങളിലേക്ക് പോകാം. പ്രിയമുള്ളവരെ, അടുത്തതായി KCB നടത്തുന്ന പോസ്റ്റിൽ കയറ്റ മത്സരം. സാധാരണ കൗങ്ങിലല്ലേ കേറണത്? അത് സാധാരണ ഗബ്ബല്ലേ, നമ്മളത് KCB അല്ലേ. അപ്പൊ നമ്മൾ പോസ്റ്റിൽ കയറ്റ മത്സരം. ബാബുവാണ് നമ്മുടെ ബാബു. ഇതാ പോസ്റ്റിൽ കയറാൻ പോകുന്നു. ബാബു, എന്റെ പൊന്ന് രഞ്ജിത്ത്, അല്ലെങ്കിൽ തന്നെ 24 മണിക്കൂർ ഞാൻ ആ പോസ്റ്റിന്റെ മുകളിലാ. ഓണമായിട്ടാണ് ഞാൻ അതിൽ നിന്ന് താഴത്ത് ഇറങ്ങിയാക്കണത്. പിന്നെ വലിച്ചെന്റെ മുകളിൽ കയറ്റാണ്. അത് ശരിയാണ്. അത് വേണ്ട, ഞാൻ കയറൂല. അങ്ങനെയാണെങ്കിൽ രാധിക പോസ്റ്റിൽ. അയ്യോ, ഞാനിങ്ങനെ കേറും. എനിക്കറിയാൻ ആരെങ്കിലും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ കയറാം. അയ്യോ, അതൊന്നും വേണ്ട. നമുക്ക് എന്തായാലും 6 വരെ ലേറ്റ് ആവൂലേ. അപ്പൊ ആ സമയത്ത് നമ്മുടെ കൊടകൂത്ത് മത്സരം ഒന്ന് പ്രാക്ടീസ് ചെയ്തല്ലേ ബാബുട്ട? അത് ശരിയാ. കാരണം സാറ് വരുമ്പോഴത്തേക്ക് നമ്മൾ ആ പാട്ട് ക്ലിയർ ആയിരിക്കും. എന്നാ പിന്നെ കൊട എടുത്തു. കൊടൊക്കെ എടുത്ത് നമുക്ക് ആ പ്രാക്ടീസ് അങ്ങ് തുടങ്ങാം. ബാ ഞാൻ അനൗൺസ് ചെയ്ത് നോക്കാം. അനൗൺസ് ചെയ്തോ. അടുത്തതായി കുറുക്കൻമൂല KCB അംഗങ്ങൾ അവതരിപ്പിക്കുന്ന കുടമൂത്ത് മത്സരമാണ്. അതിനായി ആദ്യം പങ്കെടുക്കാനെത്തുന്നത് നമ്മുടെ സ്വന്തം ലൈൻമാൻ ബാബു. കൂടത്തി പെണ്ണേ, നിന്റെ കൂടത്തിന്റെ വിലയൊന്നു പറഞ്ഞു താടി. കൂടത്തിൽ പെണ്ണേ, നിന്റെ കൂടത്തിന്റെ വിലയൊന്നു പറയുതാടി. കുടമുതടി കൂടത്തി പെണ്ണേ, നിന്റെ കൂടത്തിന്റെ വിലയൊന്നു പറഞ്ഞുതാടി. കുടമുതടി കൂടത്തി പെണ്ണേ, കൂടത്തിന്റെ വിലയൊന്ന് പറഞ്ഞുതാടി. കുടമുതടി കൂടത്തി പെണ്ണേ, നിന്റെ കൂടത്തിന്റെ വിലയൊന്ന് പറഞ്ഞുതാടി. കുടമുതടി കൂടത്തിന്റെ വിലയൊന്ന് പറഞ്ഞുതാടി. കുടമുതടി കൂടത്തി പെണ്ണേ, നിന്റെ കൂടത്തിന്റെ വിലയൊന്ന് പറഞ്ഞുതാടി. കുടമുതടി കണ്ടാ ഇപ്പം വിശ്വാസം വന്നാ? ഇല്ല. അപ്പൊ നോക്കിക്കോ. എന്റെ രഞ്ജിത്തെ, നീ കളിക്കണോ? ചത്തുപോകുന്നു. പയ്യേട് 5 മിനിറ്റിനകത്ത് കൊണ്ടുപോയില്ലെങ്കിൽ രക്തം കട്ട പിടിക്കും. വിട്ടോ ഇത് വിട്ടോ. ആശുപത്രി കൊണ്ടുപോവാ. അയ്യോ എന്റെ അമ്മച്ചിയെ. കുടമുതടി കൂടത്തി പെണ്ണേ, നിന്റെ കൂടത്തിന്റെ വിലയൊന്നു പറഞ്ഞു താടി. കുടമുതടി കൂടത്തി പെണ്ണേ, നിന്റെ കൂടത്തിന്റെ വിലയൊന്നു പറഞ്ഞു താടി. രഞ്ജിത്ത്, അയ്യോ ദൈവമേ, ഫസ്റ്റ് മേടിക്കേണ്ട അത്തപ്പൂക്കളം ഇതാരാ ഇങ്ങനെയാക്കിയിട്ടത്? നമസ്കാരം. നമസ്കാരം. എന്നെ മനസ്സിലായോ? മനസ്സിലായില്ല. നിങ്ങളുടെ അത്തപ്പൂക്കളത്തിന് മാർക്കിടാൻ വന്നതാ. എവിടെ അത്തപ്പൂക്കളം? ആണ്ട കിടക്കും. ഏ മിസ്റ്റർ, ഇതാണ് അത്തപ്പൂക്കളം. ഒരു അത്തപ്പൂക്കളത്തിന് മാർക്കിട്ട ശേഷമേ ആ അത്ത ഇളക്കാൻ പാടുള്ളൂ. ഇനി ഞാൻ അങ്ങനെ മാർക്കിടും. അഥവാ മാർക്കിട്ടാ തന്നെ ഞാൻ 100ൽ 1000 മാർക്ക് തരും. പിന്നൊരു പ്രധാനപ്പെട്ട കാര്യം, നാളെ രാവിലെ എന്റെ വീട്ടിലേക്ക് വരണം. എന്തിനാ? ഓണമല്ലേ, വിഷുക്കൈനേട്ടം മേടിക്കണ്ടേ?
പിന്നെ വരുമ്പോ രാവിലെ തന്നെ വന്നം. അതിനെ വൈകുന്നേരം ഓണത്തിന് ഞാനല്ലേ പപ്പാഞ്ഞിയുടെ വേഷം കിട്ടുന്നത്. കരോളിന് പോകണ്ടേ? അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ ഈ വർഷം ഈ കേസ് ഇവിടെ ഓണാഘോഷം സമാപിച്ചിരിക്കുന്നു.